ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോലത്തെ ഒരു ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു മിനി കണ്ണാട്ടാ. ഇത് നമ്മളൊരു മുളയുടെ പീസിലായിട്ട് ചെയ്തെടുത്തതാണ്. ഇത് റബ്ബർ ബാൻഡ് കണ്ണാട്ടത്. ഇത് നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് നേരെ വീട്ടിലിരിക്കാം. ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു മുളയുടെ പീസ് എടുക്കുക. ആ മുളയുടെ പീസിൽ നമ്മൾ ആ തോക്കിൻ്റെ ചീപ്പ് ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് മുറിച്ചെടുക്കണം. ആദ്യം ഇതിപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡൊക്കെ അലമ്പായിട്ട് എടുക്കണേ. അത് നമ്മളൊന്ന് ഇങ്ങനത്തെ ഒരു മെഷീൻ വെച്ചിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്താക്കി എടുക്കണം. നല്ല ലെവലാക്കി എടുക്കണം. അത് ഇങ്ങനെ ഒന്ന് ലെവലാക്കി എടുക്കുക. ആദ്യം ആ പൊന്തിക്കണ വായങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഈ ഒരു സാൻഡ് പേപ്പർ ചുരച്ചൊന്ന് സ്മൂത്താക്കി എടുക്കുക. ഇതിങ്ങനെ കുറച്ച് ഉരച്ചാൽ സ്മൂത്തായിക്കോളും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പേപ്പറിൻ്റെ റോൾ എടുക്കുക. ആ റോൾ എടുത്തിട്ട് നമ്മൾ നേരെ അത് ഇവിടെ അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡിൽ നിന്നിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നത് അടുത്തിട്ട് നമ്മൾ ഇത് ഇവിടെ വെച്ചൊട്ടിക്കുക. ഒരെണ്ണം ബാക്കിലും വെച്ചൊട്ടിക്കുക. ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ട് ഒരു ഫ്ലക്സ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ ആ തോക്കിൻ്റെ ചുറ്റും അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. മൊത്തമായിട്ട് ഫ്ലക്സ് ക്യൂബ് അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റബ്ബർ ബാൻഡ് വേണം. റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ സാധനം ഒട്ടിച്ചില്ലേ, ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ ബാക്കിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തോക്കിൻ്റെ പരിപാടി തുറന്നു ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വിരൽ വെച്ചൊന്ന് പൊക്കി കൊടുക്കുക. ഇങ്ങനെ പിടിച്ചൊന്ന് പൊക്കി കൊടുക്കുക റബ്ബർ ബാൻഡ്. കണ്ട, അപ്പോൾ സംഭവം അടിയിലായിട്ട് പോയിട്ടാ. കണ്ട, ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കട്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ സംഭവത്തിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ സാധനം എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തിട്ട് കാണാം.